വയറുവേദന, ഛർദി, വയറിളക്കം, കടുത്ത പനി ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഗൗരവമായി പരിഗണിക്കണം. ഷിഗല്ല രോഗബാധയല്ലെന്ന് ഉറപ്പുവരുത്തണം. ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനത്തെയാണ് ഷിഗല്ല ബാക്ടീരിയ ബാധിക്കുന്നത്. സാധാരണഗതിയിൽ ഷിഗല്ല എന്ന് വെച്ചാൽ ഏതൊരു വയറിളക്ക രോഗത്തിനെയും പോലെ വയറിളക്കം തന്നെയായിരിക്കും പ്രധാനപ്പെട്ട ലക്ഷണം. ക്ഷീണം, തളർച്ച, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകാം. പക്ഷേ ഡിസെൻട്രി എന്ന് നമ്മൾ പറയുമ്പോൾ, അതിസാരം എന്ന് പറയുമ്പോൾ അത് ഇൻറ്റസ്റ്റൈനൽ വാളിനെ ഈ ഓർഗാനിസം, ഈ രോഗാണു അത് തുളച്ചുള്ളിലേക്ക് പോകുമ്പോൾ രക്തത്തിൻ്റെ അംശം ഒരുപക്ഷെ ഉണ്ടാകാം. അപ്പോൾ സാധാരണ ഒരു വയറിളക്ക രോഗത്തിൽ നിന്നും ഷിഗല്ലയെ നമുക്ക് വേർതിരിച്ചറിയുക വളരെ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും ഈ മലത്തിൽ ഷിഗല്ല രോഗാണുവിനെ കണ്ടെത്തുന്നതിലോടുകൂടിയാണ് നമ്മളിത് ഷിഗല്ലയാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുക. എല്ലാ പ്രായത്തിലുള്ളവരെയും രോഗം ബാധിക്കുമെങ്കിലും 5 വയസ്സിന് താഴെയുള്ളവർക്കാണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. വ്യക്തി ശുചിത്വത്തിനൊപ്പം കഴിക്കാൻ തിരഞ്ഞെടുക്കുന്ന ആഹാരത്തിനും ജാഗ്രത വേണമെന്ന് ആരോഗ്യ വിദഗ്ധർ. ഈ കല്യാണ സ്ഥലത്തൊക്കെയുള്ള വെൽക്കം ഡ്രിങ്ക് അത് ഷിഗല്ല വ്യാപിപ്പിക്കുന്നതിന് ഒരു കാരണമായിട്ട് കാണുന്നുണ്ട്. മയണൈസ് ഒരു പ്രധാനപ്പെട്ട ഒരു ഇത്തരത്തിലുള്ള രോഗങ്ങൾ വ്യാപിക്കുന്നതിൽ അൺപാസ്ചറൈസ്ഡ് മയണൈസ്, അതായത് മുട്ട നമ്മൾ ക്ലീൻ ചെയ്യാതെ കഴുകിയാൽ പോവില്ല, ഈ പറഞ്ഞതുപോലെ ചൂടുവെള്ളത്തിലിട്ട് പാസ്ചറൈസ് ചെയ്ത് എടുത്തിട്ട് തന്നെ ഉപയോഗിക്കണം. മറ്റൊന്ന്, കൂട്ടം ചേർന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ഭക്ഷണം കൈകാര്യം ചെയ്യുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. വീടുകളിലാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം, അത് ഫിൽറ്റർ ഒരുപക്ഷെ മതിയാവില്ല. 2 മുതൽ 7 ദിവസം വരെ രോഗിയിൽ ലക്ഷണങ്ങൾ കാണാം. ഭക്ഷണത്തിന് മുൻപും മലവിസർജനത്തിന് ശേഷവും കൈകൾ 20 സെക്കൻഡ് സോപ്പ് ഉപയോഗിച്ച് കഴുകണം. രോഗബാധയുള്ളവർ പാചകം ചെയ്യാതിരിക്കുക എന്നിവയാണ് പ്രാഥമിക പ്രതിരോധ മാർഗങ്ങൾ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.